നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ ഓൺ ചെയ്യുക നമ്മുടെ സ്റ്റാർട്ട് ചെയ്തു. നിഫ്റ്റി അനാലിസിസ് എടുക്കാം ഫസ്റ്റ്. ഓക്കെ, നമ്മൾ നിഫ്റ്റി എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? നിഫ്റ്റി ഇത് കൗണ്ടാണ് 1 2 3 4 and 5 ആണ് നമ്മൾ കൗണ്ട് ചെയ്തത്. ആൻഡ് എന്താ പെർഫെക്റ്റ്ലി നമ്മൾ പറഞ്ഞായിരുന്നു 24,700. ദാറ്റ് മീൻസ് ഈ ട്രെൻഡ് ലൈൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ബുള്ളിഷ് ആവുക. അല്ലെങ്കിൽ പ്രൈസ് താഴേക്ക് വന്നിട്ട് ഈ കൺസൾട്ടേഷൻ ഇവിടെ ഒരു ട്രാങ്കിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ ട്രാങ്കിൾ അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഫോർ ദ ഡൗൺ സൈഡ്. ആൻഡ് പെർഫെക്റ്റ്ലി പ്രൈസ് താഴെ വന്നു. നമ്മുടെ ഈ ഒരു ലെവൽ 24,490 ആ ഒരു ലെവൽ പെർഫെക്റ്റ്ലി അവിടെ ടച്ച് ചെയ്തു. ആൻഡ് ദെൻ അവിടെ നിന്ന് ബൂം. ഓക്കെ, അതാണ് എലിറ്റ് വേവ്. എലിറ്റ് വേവ് നമുക്ക് നേരത്തെ തന്നെ എല്ലാം കാണിച്ചു തരും, നമ്മളത് മനസ്സിലാക്കി എടുക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളെന്തായിരുന്നു ഇവിടെ നിന്ന് ഫ്രം ടോപ്പ്. ഓക്കെ, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 ആൻഡ് 5 ഇവിടെ വേണമെങ്കിൽ തീർന്നു ഇല്ല ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം 5 ടാർഗറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇൻ കേസ് ഈ 2 to 4 ഈ ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, അത് എപ്പോഴും പവർഫുള്ളാണ്, അത് മനസ്സിലാക്കണം. 2 to 4 ട്രെൻഡ് ലൈൻ പവർഫുള്ളാണ്. അവിടെ നിന്ന് വേറെ 0 to വേറെ പല ആളുകൾ പല ട്രെൻഡ് ലൈൻസ് പറയാറുണ്ട്. അതൊക്കെ എല്ലാം സോ മീൻസ് അത്രയ്ക്കൊരു അതൊരു വാല്യൂബൽ അല്ല. വാല്യൂ ഉണ്ടാവും ഇല്ല എന്നല്ല. ബട്ട് യെസ്, ട്രെൻഡ് ചേഞ്ച് ആവുന്നത് ഓർ ആസ് പെർ ഇലിറ്റ് വേവ് നമ്മുടെ വ്യൂ മാറുന്നത് ഇങ്ങനെ ഈ ഒരു 2 to 4 ട്രെൻഡ് ലൈനാണ്. ഓക്കെ, അത് ഇതുപോലെ തന്നെ കോപ്പി ചെയ്ത് താഴെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നെക്സ്റ്റ് ടാർഗറ്റ്സ് ഓർ പ്രൈസ് എങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രൈസ് എക്സാക്ട്ലി 24,400 അവിടെ നിന്ന് റിജക്ഷൻ എടുക്കുകയാണെങ്കിൽ ഫോർ ദ ഡൗൺ സൈഡ് നമുക്കിത് ഇവിടെ വരെ കിട്ടി. ആൻഡ് ആ ഒരു ടാർഗറ്റ് എങ്ങനെയാണ് കിട്ടിയെങ്കിൽ നമുക്ക് 3 to 4 ആ 3 to 4 വേവ് നമ്മൾ നോക്കുകയാണെങ്കിൽ എലിറ്റ് വേവിൻ്റെ സ്റ്റുഡൻസ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സോ എല്ലാവരും കൂടി ആ എലിറ്റ് വേവിൻ്റെ വീഡിയോസ് കാണുന്നു. 1 2 3 4 5 കൗണ്ടിങ്സ് എങ്ങനെയാണ്. സോ അത് കൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഫ്രം 3 to 4 ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. എക്സാക്ട്ലി 127.20% ഉണ്ടാകും. എക്സാക്ട് അവിടെ വരെ വന്നു പ്രൈസ്. ആൻഡ് കറക്റ്റ് അവിടെ നിന്ന് അവർ പ്രൈസ് പോയി. ദാറ്റ് മീൻസ് അവിടെ ഫിഫ്ത്തിൻ്റെ ടാർഗറ്റ് കഴിഞ്ഞു. മനസ്സിലായോ? ഫിഫ്ത്തിൻ്റെ നോർമൽ ടാർഗറ്റാണ് 127%. ഫിഫ്ത്ത് വേവിൻ്റെ ഈ ഒരു ഫിഫ്ത്ത് ഞാനിപ്പോൾ വരച്ചിട്ടുണ്ടല്ലോ, ഫിഫ്ത്ത് വേവിൻ്റെ നോർമൽ ടാർഗറ്റാണ് അത് 127%. പിന്നെ അതിൻ്റെ ബിലോ വരെ പോകാറുണ്ട്. ബട്ട് അതിൻ്റെ ബിലോ പ്രൈസ് പോയില്ലല്ലോ. ഓക്കെ, അവിടെ തന്നെ പിന്നെ റിവേഴ്സ് ആവാൻ തുടങ്ങിയപ്പോൾ ദെൻ സഡൻ ഒരു ബൗൺസ് വന്നു. ആൻഡ് ആ ഒരു ബൗൺസിൽ എന്തായി, ഈ ട്രെൻഡ് ലൈൻ ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ടായി. ഓക്കെ, ഈ ഒരു 2 to 4 ട്രെൻഡ് ലൈൻ. അപ്പോൾ എന്ത് ചെയ്യുക, ഡൗൺ മൂവ് കംപ്ലീറ്റ് ആണ്. ഡൗൺ മൂവ് അപ്പോൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായി ദാറ്റ് മീൻസ് പ്രൈസ് പിന്നെ 1 2 3 4 5 മൂവ് കഴിഞ്ഞാൽ എന്തായി 1 ഡിഗ്രി കംപ്ലീറ്റ് ആയി ഓർ എ കംപ്ലീറ്റ് ആയി. ആൻഡ് ദെൻ ബിയുടെ ബൗൺസ് ഓർ സെക്കൻഡ് വേവിൻ്റെ ആ ഒരു ഡിഗ്രിയുടെ ബൗൺസ് വന്നിരിക്കുകയാണ്. സോ ആ ബൗൺസ് ആക്ച്വലി ഇന്ന് ഞാനും ഷോക്ക്ഡായി. ഇത് എ ആയി. ദെൻ സെക്കൻഡ് ഇത് ഇവിടുന്ന് റിവേഴ്സ് ആയല്ലോ. ആ ഒരു 5 മൂവ്സ് കഴിഞ്ഞാൽ ദെൻ അതിൻ്റെ ഒരു ബൗൺസ് വന്നു. ഓക്കെ, പിന്നെ സെക്കൻഡ് താഴേക്ക് വന്നു. ആൻഡ് ഇവിടുന്ന് ഈ ഷൂട്ട് ചെയ്തത് അതാണ് ഷോക്കബിൾ. ഉള്ള കാര്യം ഞാൻ പറയുള്ളൂ. ഇവിടെ ഷോക്കബിൾ എന്ന് വെച്ചാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തത് എന്താണ്, മീൻസ് ഇത് ഇവിടുന്ന് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ 81.20% അവിടെ വരെ പോകാനായിരുന്നുള്ളൂ. ഇത് കണ്ടോ. എന്നിട്ട് ഞാൻ അവിടുത്തെ റിജക്ഷൻ എടുത്ത് താഴേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു 24,900 മാക്സ്. ഓക്കെ, എത്ര അവിടെ വരെ പോയിട്ട് താഴേക്ക് പറയാനായിരുന്നു അത്. ബട്ട് എന്തായി, നേരെ പ്രൈസ് നോക്കിക്കോ മുകളിലേക്ക് അടിച്ച് കയറ്റി കൊണ്ടുപോയി ഷോർട്ട് കവറിങ്ങിൽ. ഓക്കെ, ന്യൂസ് ബേസ്ഡാണ്, ന്യൂസ് വന്നായിരുന്നു, എല്ലാവർക്കും അറിയാമായിരിക്കും അത്. പിന്നെ ഷോർട്ട് കവറിങ് ആ ഒരു ബേസ് എന്തായി, പ്രൈസ് ഇവിടുന്ന് ജസ്റ്റ് ഒരു പോസ് എടുത്ത് വീണ്ടും മുകളിലേക്ക് തന്നെയാണ്. ദാറ്റ് മീൻസ് അവിടെ നിന്ന് SL പോയി, എല്ലാം പോയി, പ്രൈസ് സ്ട്രക്ചർ വീണ്ടും ചേഞ്ച് ആയി. ഓക്കെ, സോ ഇത് ഷോക്കായിരുന്നു ആസ് പെർ മീ. എനിക്കൊരു ഷോക്കായി. പ്രൈസ് ശരിക്കും 81.20% റിവേഴ്സ് ആവേണ്ടതായിരുന്നു. ദാറ്റ് മീൻസ് അപ്പോൾ എന്തായത്, ഇത് ഫുൾ എ ആയതിനെ ബിയുടെ ബൗൺസ് ആൻഡ് സി താഴേക്ക് ഇത് ഇവിടെ എവിടെയെങ്കിലും വന്നേനെ. ഓക്കെ, ബട്ട് ഇപ്പോൾ സ്ട്രക്ചർ മാറി. ഓക്കെ, സ്ട്രക്ചർ ഇപ്പോൾ മാറി. SL എപ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കും, കുഞ്ഞ് SL ആയിരിക്കും ശരിക്കും അങ്ങനെ. ഓക്കെ, എനിവേ കൂടുതൽ ഡിസ്കസ് ചെയ്ത് ചിലപ്പോൾ അത് കൺഫ്യൂസ് ആവുന്നത്. സോ ഇനി പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കൊണ്ട് ഇവിടെ 127.20% ആണ്. സോ ഇനി നാളെ ഇതിൻ്റെ അബവ് മാത്രമേ നമ്മൾ ബുള്ളിഷ് ആവുകയുള്ളൂ. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, കൺഫ്യൂസ് ആവേണ്ട. ഇനി ബാക്കി ഈ സ്ട്രക്ചർ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്താ, ഞാൻ ആ ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താണ് മാർക്കറ്റ് 25,000 എപ്പോഴും ഇതിൻ്റെ ബിലോ മാത്രമേ ഇനി നമ്മൾ ഫർദർ ഫോൾ നമുക്ക് കിട്ടുള്ളൂ. നല്ലൊരു സപ്പോർട്ടാണ് 25,000 നല്ലൊരു സപ്പോർട്ടാണ്. ഇതിൻ്റെ ബിലോ മാത്രമേ ഇനി ഫർദർ നമുക്ക് ഫോൾ ആണ് ഇനി കിട്ടത്തുള്ളൂ. ഓക്കെ,
പിന്നെ എനിക്ക് പറയാനുള്ളത് സ്മോൾ ടൈം ഫ്രെയിമിൽ മാത്രമേ പറയുള്ളൂ. കൂടുതൽ എക്സ്പ്ലനേഷൻ തരാൻ ഇപ്പോൾ എനിക്ക് നേരില്ല. ബട്ട് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇത് പ്രൈസ് ഇവിടുന്ന് 1, 2 ഓക്കെ ആൻഡ് ദെൻ 3 ആണ് ഇപ്പോൾ സ്ട്രക്ചർ നടക്കുന്നത്. ഇനി 4 കറക്ഷൻ താഴേക്ക് വരാനുള്ള ചാൻസസ് ആണ്. ആൻഡ് 5th പിന്നെ വീണ്ടും ചിലപ്പോൾ മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. അത് നമുക്ക് നാളെ ഇങ്ങനെ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു ഏരിയ ആയിരിക്കും 24,800. ഓക്കെ, ഈ 25,000 ബ്രേക്ക് ചെയ്താൽ പിന്നെ ഇവിടെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. പ്രൈസ് 200 പോയിൻറ്റ്സിൻ്റെ ഇടയ്ക്കൊരു ചെറിയൊരു ഗ്യാപ്പ് ഇവിടെയും കാണുന്നുണ്ട്. ഇതുകൊണ്ട് ഇവിടെ ചെറിയ സപ്പോർട്ട് 24,900 തന്നെയാണ് ചെറിയൊരു സപ്പോർട്ട്. റീസൺ എന്താ വെച്ചാൽ ഇപ്പോൾ 1 ഇതാണ്, 2 ഇതാണ്, 3 അങ്ങനെ പോയി. സോ 4യുടെ ഒരു കറക്ഷൻ താഴേക്ക് വരേണ്ടതാണ്. അങ്ങനെയാണല്ലോ 4. അങ്ങനെ 4 ആണെങ്കിൽ അതിന് കറക്ഷൻ താഴേക്ക് വരേണ്ടതാണ് നമ്മൾ ഇൻ കേസ് അത് ടോപ്പാണെങ്കിൽ. ഓക്കെ, കണ്ടോ? അപ്പോൾ ഇത് പെർഫെക്റ്റ്ലി ഹൈ വരും. സോ ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് 24,980 ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. അത് സപ്പോർട്ടാണ്. ഇതിൻ്റെ ബിലോ ഫർദർ ഡൗൺ സൈഡ് കിട്ടും. അത് 50% ഇതൊക്കെ ഉണ്ടാകും. നമ്മുടെ ഇത് എക്സാക്ട് 50% ഇവിടെ മാച്ചാണ് 24,806 എന്നാണ്. ഓക്കെ, 24,800 ബിലോ പോയാൽ പിന്നെ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ചാൻസസ് പിന്നെ കൂടും. ഓക്കെ, ദാറ്റ് മീൻസ് ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. പിന്നെ അതൊരു നമ്മൾ ലെവൽസിലേക്ക് താഴേക്ക് ഈ ഒരു ലെവൽസിലേക്ക് വരാനുള്ള ചാൻസസ്. പിന്നെ ഇൻ കേസ് ഇത് 2 to 4 ആണെങ്കിൽ ഫ്രം ബോട്ടം ടു ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ മറിച്ച് വെച്ചോ, അത് മറക്കണ്ട. യെസ്, ഇത് 2 to 4 അല്ല, ഇത് 0 to 4 ട്രെൻഡ് ലൈനാണ്. 0 to 2 ട്രെൻഡ് ലൈനാണ്. സോ സോറി, എന്ന് കാണിച്ചു തരാവേ. ഏതാ ഇമ്പൾസ് എടുക്കാം. ഇത് ബോട്ടമാണ് ഫ്രം ഇത്. ഓക്കെ, ഇത് 2i, ഇത് 3 ആണ്. ഫോൺ ഓൺ ഗോയിങ് ആണ്. സോ 2 to 4 ട്രെൻഡ് ലൈൻ നമുക്ക് ഇടാൻ പറ്റത്തില്ല. 4 ആയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ 0 to 2 ട്രെൻഡ് ലൈൻ ഇട്ടു. മോസ്റ്റ് പവർഫുൾ ട്രെൻഡ് ലൈൻ 2 to 4 ആയിരിക്കും. ബട്ട് അത് 4 എവിടെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇൻ കേസ് 4 ഇവിടെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ദെൻ 5th മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് അപ്പോൾ ഇത് റെസ്പെക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ട്രെൻഡ് ലൈൻ മാറ്റണം. എങ്ങനെ അതനുസരിച്ച് അങ്ങനെ 2 to 4 ട്രെൻഡ് ലൈൻ ആക്കിയിരിക്കുക. കുറച്ചുകൂടി പവർഫുൾ ആയിരിക്കും അത്. ഓക്കെ, ഒരു ഷാർപ്പ് ട്രെൻഡ് ലൈൻ ആകും അതങ്ങനെ ആണെങ്കിൽ. ഓക്കെ, എനിവേ നമുക്ക് എന്തായാലും ഇപ്പം നോക്കാം എങ്ങനെയായിരിക്കും നാളെ. ഈ ട്രെൻഡ് ലൈൻ എന്തായാലും വരച്ച് വെച്ചേക്കണം. ഓക്കെ, ഇത് രണ്ടും സിങ്ക് ആണെങ്കിൽ, സപ്പോർട്ടും സിങ്ക് ആൻഡ് ഇതും സിങ്ക് ആവുകയാണെങ്കിൽ അപ്പോൾ ഫർദർ സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ കയറുകയാണെങ്കിൽ ഇത് പവർഫുൾ സപ്പോർട്ട് ആകുമെന്ന് പറയാം. ഓക്കെ, നാളെ മോർണിംഗ് നോക്കാം നമുക്ക് എങ്ങനെ ഗ്യാപ്പ് അപ്പ് ആവുന്നുണ്ടോ ഇല്ലാന്ന്. പിന്നെ ഫർദർ ബുൾഷിനെസ് ഇതിൻ്റെ അഭാവമായിരിക്കുള്ളൂ. ഓക്കെ, ഇതിൻ്റെ അഭാവമാണ് ഫർദർ. പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഇന്നലെ കമൻറ്റ് ചെയ്തതാണ്, ഒത്തിരി പേര് കമൻറ്റ് ചെയ്തു, ലൈക്കും ചെയ്തു. യെസ്, ഐ ആം ഹാപ്പി. ബട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നടന്നോ ഇല്ല അത് മാർക്കറ്റിൽ. അത് എക്സാക്ട്ലി അതുപോലെ തന്നെ നടന്നിട്ടുണ്ടല്ലോ. സോ അതുപോലെ അങ്ങനെ കമൻറ്റും ചെയ്യണം. യെസ്, നമ്മൾ ഉദ്ദേശിച്ച പോലെ മാർക്കറ്റിലാണ്. ഞാനല്ല, എലിയറ്റ് വേവ് ഉദ്ദേശിച്ച പോലെ എക്സാക്ട്ലി എലിയറ്റ് വേവിൽ ആ ബേസിൽ തന്നെ നമ്മുടെ മാർക്കറ്റിൽ മൂവ് ഉണ്ടായിരുന്നോ ഇല്ല അത് കമൻറ്റ് സെക്ഷനിൽ എല്ലാം കമൻറ്റ് ചെയ്യണം. ലൈവിൽ ഞാൻ എപ്പോഴും ആക്റ്റീവ് ആവാറുണ്ട്. ഇന്ന് 2-3 പേരൊക്കെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു ലൈവിൽ. സോ എല്ലാവരും ലൈവ് മീൻസ് കമൻറ്റ്സ് യൂട്യൂബ് ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്ന വീഡിയോ തന്നെ ഞാൻ മോർണിംഗ് ഡെയിലി ആക്റ്റീവ് ആവാറുണ്ട്. ഇതിൽ തന്നെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാറുണ്ട് ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ലെവൽസൊക്കെ കിട്ടുവാണെങ്കിൽ. സോ അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും കൂടി അങ്ങനെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഇത്രേ ഉള്ളൂ. ഇനി ഫർദർ പിന്നെ 200 and 270 ആണ് ഫർദർ നെക്സ്റ്റ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 200 ആണ് ആൻഡ് 270 ആണ് നെക്സ്റ്റ് പിന്നെ വരുന്ന റെസിസ്റ്റൻസ് 270 കേട്ടോ. ഓക്കെ, ഇനി വേഗം നമുക്ക് ബാനിഫ്റ്റി അനാലിസിസ് കിടക്കാം. എക്സ്പ്ലനേഷൻ കൂടുതൽ പിന്നെ അതാണ് കേട്ടോ. ബാനിഫ്റ്റി നമ്മൾ ഇത് പറഞ്ഞായിരുന്നല്ലോ, ഇതിൻ്റെ ട്രെൻഡ് ലൈൻ്റെ ഇതിൻ്റെ ഈ ബ്രേക്ക് ഔട്ട് ആവണമെങ്കിൽ ഫർദർ അപ്പ് സൈഡ് കിട്ടും. ബാനിഫ്റ്റി കറക്റ്റായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് എക്സാക്ട്ലി. ഓക്കെ, സോ ബാനിഫ്റ്റിയിൽ വേറെ ചേഞ്ചസ് എനിക്കൊന്നും വർത്താനില്ലല്ലോ. അല്ല, എക്സാക്ട്ലി കറക്റ്റ് കണ്ട ഈ പെർഫെക്റ്റ് ഈ റെസിസ്റ്റൻസ് തന്നെയാണ് ഇപ്പോൾ റെസിസ്റ്റൻസ്. സപ്പോർട്ടായിട്ട് വീണ്ടും അവിടെ തന്നെ കയറി. ഒന്നും ചേഞ്ചസ് ഇല്ലാത്ത എനിക്ക് വർത്താനൊന്നുമില്ല. ബാനിഫ്റ്റി എല്ലാ ലെവൽസും അതൊക്കെ എല്ലാ ബാനിഫ്റ്റിയിലുണ്ട്. ഇനി സെൻസെക്സ് പോകാം. സെൻസെക്സ് യെസ്, സെൻസെക്സ് നിഫ്റ്റിയിൽ പോലെ തന്നെ അങ്ങനെ നിഫ്റ്റിയിൽ പോലെ തന്നെയാണ് കണ്ട 2 to 4 ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആൻഡ് യെസ് എക്സാക്ട്ലി അത് തന്നെയാണ്. അതിൽ ഇനി ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. പിന്നെ ഇതിലും ഇങ്ങനെ തന്നെ 2 to 4 ട്രെൻഡ് ലൈൻ ഇങ്ങനെ 0 to 2 ഓക്കെ 0 to 2 ലൈൻ ഇങ്ങനെ നമ്മളിങ്ങനെ വരച്ച് വയ്ക്കാം. ഫർദർ അപ്പ് സൈഡ് ഇതിൻ്റെ അബവ് കിട്ടുകയുള്ളൂ. ആൻഡ് ഇതൊരു ചെറിയ സപ്പോർട്ടാണ് 81,996 ചെറിയൊരു സപ്പോർട്ടാണ്. ഓക്കെ, പ്രൈസ് ഇവിടെ എവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ടോ അത് നോക്കണം കേട്ടോ. എക്സാക്ട്ലി നിഫ്റ്റിയുടെ പോലെ തന്നെ ഇത് 1, 2,
3. ഈ ട്രെൻഡ് ലൈൻ നിഫ്റ്റിയിലായാലും സെൻസെക്സിലായാലും ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അപ്പോൾ ഇത് 1 2 3 അല്ല ABC ആയിരുന്നു കറക്ഷൻ, മറ്റേ ഇത് കംപ്ലീറ്റ് ആയാലും ഫർദർ ഡൗൺ സൈഡ് താഴേക്ക് കിട്ടും കേട്ടോ. ഫർദർ ഡൗൺ സൈഡ് നമുക്ക് താഴേക്ക് കിട്ടും ഇൻ കേസ് ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ ആയാൽ. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം നമുക്ക്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഞാൻ ഇത്രയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എന്തൊക്കെ നടന്നു ഇതിനകത്ത്. പെർഫെക്റ്റാണ് ആണോ ഇല്ലാത്ത, പക്ഷേ ഇതിനകത്ത് 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒന്ന് നോക്കുവാണെങ്കിൽ എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ആയിട്ടുണ്ട് കേട്ടോ. സോ ഞാൻ ഇതിനകത്തിപ്പോൾ ഇനി ബുള്ളിഷ് ഇല്ല, ബുള്ളിഷ് അല്ല, കോഷൻ സോണാണ്. ഇപ്പോൾ ബിയറിഷും പറയാറായിട്ടില്ല. കൗണ്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റർണൽ 1 2 3 4 5 ആയിട്ടുണ്ടല്ലോ. ഓക്കെ, സോ ഇനി എന്താ ചെയ്യുക ഇനി ഓപ്പണിംഗ് ആൾ നോക്കുക എങ്ങനെ. ഇൻ കേസ് പ്രൈസ് അതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസിൻ്റെ അബവ്, ഈ ഇന്നത്തെ ഹൈ 12,760 അബവ് പോവുകയാണെങ്കിൽ നമ്മൾ മുകളിലേക്ക് ഒന്ന് സീൻ നോക്കരുത്. ഓക്കെ, അപ്സൈഡ് നോക്കരുത്. പോയിട്ട് പിന്നെ താഴേക്ക് ഒന്ന് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അല്ല ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ തരുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എൻട്രി എടുക്കാം ഡൗൺ സൈഡ്. അപ്പ് സൈഡ് ഞാൻ ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് അല്ല. ഓക്കെ, ലെവൽസ് എന്തായിരിക്കും? സപ്പോർട്ട് ലെവൽ ഇതാണ്. ഓക്കെ, ബാക്കി പിന്നെ ഇതൊക്കെ സപ്പോർട്ട് ലെവൽസാണ്. ഓക്കെ, അത്ര ഉള്ളൂ. ഞാൻ ഇതിനകത്ത് ബുള്ളിഷില്ല കേട്ടോ. എൻ്റെ കാലം കണ്ടിട്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് ബുള്ളിഷ് ആവേണ്ടത് ചാൻസ് ഇല്ല. 1 2 3 എന്നാണ് 4 ഫോൾ വരേണ്ടതാണ്. ABC ആണെങ്കിലും C ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ താഴേക്ക് വരേണ്ടതാണ് പ്രൈസ്. ഓക്കെ, ബാക്കി ലെവൽസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുക, ഇതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. നോക്കാം നാളെ എങ്ങനെയാണ് ഇതിൻ്റെ. ഓക്കെ, ഇത്ര ലെവൽസ് മതിയല്ലോ. അപ്പ് സൈഡ് പോവുകയാണെങ്കിൽ പോട്ടേട്ടാ, അപ്പ് സൈഡ് പോവുകയാണെങ്കിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സോ ബാക്കി എന്തെങ്കിലും ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. പ്ലീസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.